വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മളെ പരിപാലിച്ച്, നമ്മുടെ പ്രാണനെ പരിപാലിച്ച്, നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിച്ച് ഓരോ ദിവസവും സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതേ 107-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമുക്ക് തൃപ്തി വരുത്തുന്ന ദൈവത്തെക്കുറിച്ച്, നന്മ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന ദൈവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ വചനം ഇങ്ങനെ എത്രേ നാം വായിക്കുന്നത്: അവൻ ആർത്തി ഉള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ആർത്തി ഉള്ളവന് തൃപ്തി വരുത്തുന്ന ദൈവം, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവം. അതേ, ആവശ്യങ്ങളെ അറിഞ്ഞ് ആവശ്യബോധത്തോടുകൂടെ ആരടുത്ത് ചെല്ലുമോ അവരുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ അത്രേ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആവശ്യബോധത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ, ദാഹത്തോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ, ദൈവത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലുമെങ്കിൽ നിശ്ചയമായും വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നുള്ളതാണ്. 42-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? ആത്മാവിൻ്റെ ദാഹം തീർക്കുവാൻ, ആത്മാവിൻ്റെ വിശപ്പ് മാറ്റുവാൻ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ആഗ്രഹം, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാൻ വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ, മാൻ നീർത്തോടുകളെ ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ ആഗ്രഹിക്കുകയാണ്, ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തൃപ്തി വരുത്തുവാൻ കഴിയാത്ത ഒരു ലോകത്തിൽ എവിടെയും നിരാശകൾ, എവിടെയും ദുഃഖങ്ങൾ, എവിടെയും നെടുവീർപ്പുകൾ, ആരാലും ആരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാത്ത മേഖലകൾ, ആവശ്യക്കാർ വർദ്ധിക്കുന്നു, മനുഷ്യൻ സൗഖ്യത്തിനു വേണ്ടി ഓടുന്നു, മനുഷ്യൻ പലവിധമായ വിചാരങ്ങളാൽ ചിന്താകുലരായി അഴലുന്നു. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥതയിൽ അത്രേ ലോകം മുൻപോട്ട് കടന്നു പോകുന്നത്. എവിടെയാണ് പരിഹാരം? ആർക്കാണ് പരിഹാരം തരുവാൻ കഴിയുന്നത്? അതേ, നമ്മുടെ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശു നോക്കുമ്പോൾ ദാഹിക്കുന്ന വലിയൊരു സമൂഹത്തെ കാണുകയാണ്. ഈ ലോകത്തിന് അവൻ്റെ ദാഹത്തെ തീർക്കുവാൻ കഴിയില്ല. വിളിച്ചു പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അതെ, നമ്മുടെ ദാഹത്തെ തീർക്കുവാൻ, നമ്മുടെ വിശപ്പിനെ മാറ്റുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. 23-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വിശക്കുന്ന ആടുകളെ പച്ചയായ പുൽപ്പുറത്ത് കിടത്തി തൃപ്തി വരുത്തുന്ന ഇടയന്റെ കരുതൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങളിൽ തൻ്റെ ആടുകളെ മേയിച്ച് അവരുടെ വിശപ്പിനെ അടക്കി
അവരെ വിശ്രമത്തിലേക്ക് വിടുന്ന ഇടയന്റെ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, തൻ്റെ ആടുകളുടെ ദാഹം തീർക്കുവാൻ സ്വസ്ഥതയുള്ള വെള്ളം കുടിപ്പിച്ച് പ്രാണനെ തണുപ്പിക്കുന്ന ഇടയന്റെ ആ കരുതൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കരുതുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ വിശപ്പിനെ അടക്കുവാൻ, ദാഹത്തെ അടക്കുവാൻ, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് വിഷയങ്ങളെയും പരിഹരിക്കുവാൻ കഴിവുള്ള കർത്താവത്രേ നമ്മുടെ കർത്താവ്. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നു. അതുമാത്രമല്ല, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നമ്മുടെ കർത്താവ് നിറയ്ക്കുന്നു. അതെ, നമ്മുടെ കർത്താവ് കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടർക്ക് കേൾവി കൊടുക്കുന്നു, രോഗികൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നവർക്കെല്ലാം വിശ്വാസത്തോടെ, ദാഹത്തോടെ, ആവശ്യബോധത്തോടുകൂടെ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകുന്ന യേശുവത്രേ നമ്മുടെ കർത്താവ്. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വലിയൊരു വാഗ്ദത്തത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അത് മറ്റൊന്നല്ല, വിളിച്ചു പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. നോക്കൂ, രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തൃപ്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ്. അതുമാത്രമല്ല, സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി കൊടുക്കുന്ന നമ്മുടെ കർത്താവ്. അതേ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ സൗഖ്യത്തെ ദാഹിക്കുന്ന ഒരു സഹോദരിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവളെ കുറിച്ച് പറയുന്നത് അവൾ പരവശിയായ ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. 12 വർഷക്കാലം അവളുടെ ജീവിതത്തിൽ അവൾ ഏറി വൈദ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ടും അവിടെ രോഗത്തിന് ശമനമുണ്ടായില്ല. അവിടെ രോഗശാന്തി അവൾക്ക് ലഭിച്ചില്ല. അവിടെ ദാഹം തീർക്കുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഓരോ ദിവസവും മരണത്തിന്റെ ആ തണുത്ത കരങ്ങളിൽ അമർന്നവൾ ഭാരപ്പെടുമ്പോൾ ദാഹം തീർക്കുന്ന യേശുവിനെ അവൾ കേട്ടു. ദാഹം തീർക്കുന്ന, അവിടെ വിശപ്പിനെ മാറ്റുവാൻ കഴിവുള്ള യേശുവിനെ അവൾ കേട്ടു. അവൾ വിശപ്പോടെ, അവൾ ദാഹത്തോടെ, അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ ചെല്ലുകയാണ്. അവൾ ആർത്തിയോടെ ചെല്ലുകയാണ്, ദാഹത്തോടെ ചെല്ലുകയാണ്, വിശപ്പോടെ ചെല്ലുകയാണ്. ആത്മനാഥന്റെ ശരീരത്തിൽ സ്പർശിക്കുവാൻ പറ്റിയില്ലെങ്കിലും വിശ്വാസത്തോടെ ആത്മനാഥന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവിടെ ദാഹം ശമിച്ചു, അവിടെ വിശപ്പടങ്ങി, അവൾ സൗഖ്യദായിയായി മാറി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയം എന്തായാലും പരിഹാരം യേശുവിൻ്റെ പക്കലുണ്ട്. അവൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലുമോ, ആവശ്യബോധത്തോടെ യേശുവിനെ തൊടുമോ, അവിടെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നുള്ളതാണ്. അതെ, നമുക്ക് നമ്മുടെ ദൈവത്തെ ദാഹിക്കാം. ഇന്ന് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്തായാലും പരിഹാരം യേശുവിൻ്റെ പക്കലുണ്ട്. അവൻ നിനക്ക് തൃപ്തി വരുത്തുവാൻ, വിശപ്പടക്കുവാൻ വിശ്വസ്തനാണ്. യേശുവിൻ്റെ അടുക്കൽ 3 നാൾ ഇരുന്ന പുരുഷാരത്തിന്റെ ശരീരത്തിന്റെ അവസ്ഥ അറിഞ്ഞിട്ട് യേശു പറഞ്ഞു, ഇവരെ വെറുതെ വിട്ടയച്ചാൽ വഴി ക്ഷീണിച്ചു പോകും. കർത്താവ് ആ പുരുഷാരത്തിന് അപ്പം കൊടുത്ത് തൃപ്തി വരുത്തി പറഞ്ഞയച്ചുവെങ്കിൽ ജീവിതത്തിൽ തൃപ്തി വരുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കൂ. ഈ ദിവസങ്ങളിൽ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവരുടെ വിശപ്പ്, അവരുടെ ദാഹം, അവരുടെ വിഷയങ്ങൾ എല്ലാ കർത്താവ് പരിഹരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ ഖത്രുഷയിൽ പാസ്റ്റർ KK സാമുവേൽ. എനിക്കതു മതിയേ, ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഉരയ്ക്കകത്തു വരാൻ ഞാൻ
പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ.